നമ്മുടെ കഴിഞ്ഞ ഷോർട്സ് കണ്ടിട്ട് നമ്മുടെ ബിസിനസ് നെയിം ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കുറച്ച് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ലേബറോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന പ്രശ്നം എന്താണ്? ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ലേബർ കോൺട്രാക്റ്റോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ നിങ്ങൾ മെറ്റീരിയൽ ഒരു കോംപ്രമൈസും ചെയ്യരുത്. നമ്മുടെ കൊട്ടേഷനിൽ, അതായത് എൻ്റെ ഒരു കൊട്ടേഷനിൽ ഞാൻ ഏറ്റവും കുറഞ്ഞ മെറ്റീരിയലായിട്ട് കൊടുക്കുന്നത് കളറോൺ പ്ലസിൻ്റെ ഷീറ്റാണ്. അതുപോലെ തന്നെ കൊറോഷൻ്റെ സ്ക്രൂ ആണ് എല്ലാത്തിലും. പിന്നെ അപ്പോളോൻ്റെ പൈപ്പ്, STയുടെ എപ്പോക്സി പെയിൻറ്റ് ആൻഡ് പ്രൈമർ, യൂറോ ഗാർഡിൻ്റെ പാത്തി, ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സാധനം. നിങ്ങൾ നോക്കിയോ, റൂഫിംഗ് വർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ 0.35 ആണ് മിക്കവാറും എല്ലാവരും പറയാറ്. പക്ഷേ നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അലൂസിങ് കോട്ടിങ് എത്രയുണ്ടെന്നാണ്. AZ 150 ആണോ 70 ആണോ? ശരിക്കും 70 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കണ്ടീഷനിൽ റൂഫിങ്ങിന് പറ്റിയൊരു ഷീറ്റല്ല. അതൊരു 7 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ 7 വർഷത്തിന് മുമ്പായിട്ട് അതിൻ്റെ പെയിൻറ്റ് കോട്ടിങ് പോകുന്നതുകൂടി നമുക്ക് തുരുമ്പ് കാണാൻ പറ്റും. അപ്പോൾ മാക്സിമം നമ്മൾ മിനിമം 150 ഗ്രാം യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു ഷീറ്റാണ് ഞാനിവിടെ കാണിക്കുന്നത്. നമ്മുടെ ലോ ബഡ്ജറ്റ് കൊട്ടേഷൻ ഇടയിൽ കാണുന്നത്. അതായത് ഒരു കോട്ട് ST എപ്പോക്സി പ്രൈമർ ആൻഡ് ST എപ്പോക്സി പെയിൻറ്റ്, പിന്നെ ഫുള്ള് യൂറോ ഗാർഡിൻ്റെ പാത്തി, പിന്നെ ഫുള്ള് കൊറോഷീറ്റിൻ്റെ സ്ക്രൂ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യണത് വെറും 140 രൂപയ്ക്കാണ് സ്ക്വയർ ഫീറ്റ്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങളെനിക്ക് വർക്ക് തരണ്ട. ഞാൻ പറഞ്ഞു വെച്ചാൽ മിനിമം നിങ്ങൾ റൂഫിങ്ങിന് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ യൂസ് ചെയ്യുന്ന പൈപ്പ് ഇച്ചിരി ക്വാളിറ്റി പറഞ്ഞാലും കുഴപ്പമില്ല. മുകളിൽ യൂസ് ചെയ്യുന്ന ഷീറ്റ് AZ 150ക്ക് മുകളിലുള്ളത് അല്ലെങ്കിൽ AZ 150 ഉള്ളത് ആ ഷീറ്റുകൾ ചെയ്യാൻ ശ്രമിക്കുക.